നമസ്കാരം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് മറ്റൊരു സോളാർ സിസ്റ്റത്തിൽ നിന്നും വന്ന ഒരു ഇൻറ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇൻറ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അത് നമ്മുടെ ഗാലക്സിയിൽ, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ പെടുന്ന ഒരു വസ്തുവല്ല. ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് 3I അറ്റ്ലസ്. ഇത് അറ്റ്ലസ് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച ഒരു ഒബ്ജക്റ്റാണ്. ഇതൊരു കോമറ്റ് പോലെയുള്ള തന്നെ വസ്തുവാണ്. പക്ഷേ സാധാരണ കോമറ്റുകളെ പോലെ നമ്മുടെ സൂര്യനെ ചുറ്റി ഇത് കടന്നു പോകുന്നില്ല. കാരണം ഇത് വന്നത് മറ്റൊരു ഇൻറ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നാണ്. ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് വരുന്ന മൂന്നാമത്തെ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ്. ഇതിന് മുന്നേ വന്ന ഒബ്ജക്റ്റാണ് ഓമുവാമ, അതുപോലെ തന്നെ ബോറിസോഫ്. 2025 ജൂലൈ 1 അറ്റ്ലസ് ടെലിസ്കോപ്പ് ഇത് കണ്ടെത്തുമ്പം ഇത് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിന് പുറത്തായിരുന്നു. ഏകദേശം 4.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് 670 മില്യൺ കിലോമീറ്റർ ദൂരം. പക്ഷേ ശാസ്ത്രലോകം ശ്രദ്ധിച്ചത് ഇതിൻ്റെ വേഗതയായിരുന്നു. മണിക്കൂറിൽ 2,10,000 കിലോമീറ്റർ എന്ന വേഗതയിലായിരുന്നു ഇത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഏലിയൻ ഒബ്ജക്റ്റായിട്ട് ചില ആൾക്കാരൊക്കെ ഇതിനെ കണക്കാക്കാൻ തുടങ്ങി. ഈ മാസം ഒക്ടോബർ 29 ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ സൂര്യന് ഏറ്റവും അടുത്തായിരിക്കും. അന്ന് ഇതിൻ്റെ ദൂരം ഏകദേശം 1.35 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരിക്കും. അതായത് ഏകദേശം 203 മില്യൺ കിലോമീറ്റർ ദൂരം. ഏകദേശം നമ്മുടെ മാർസും ഭൂമിയും ഇടയ്ക്കുള്ള ദൂരം പോലെ. പക്ഷേ ഈ ഇൻറ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് നമുക്ക് ഭൂമിയിൽ ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമെങ്കിലും നമുക്കൊരു തരത്തിലുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ശാസ്ത്രലോകത്തിന് ഇതൊരു വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. അതിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ രാസസംയുക്തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇതൊരു വളരെ വലിയൊരു അവസരമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ഒക്ടോബർ 29 വരെ കാത്തിരിക്കാം. അതുവരയ്ക്കും ഗുഡ് ബൈ. താങ്ക് യു.